ഗായ്സ്, ഇന്ന് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ഒബേസിറ്റി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒബേസിറ്റി എന്താണ്? അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നാണ് ഒബേസിറ്റി. ഈ ഒബേസിറ്റി കാരണം നമുക്ക് മറ്റു പല നോൺ NCDസും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഒബേസിറ്റിയാണ്. ഒബേസിറ്റി കാരണം നമുക്ക് പല അസുഖങ്ങളും വരാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഒബേസിറ്റി നമുക്ക് വളരെയധികം ഒരു 5 ആൾക്കാർ എടുക്കുക വെച്ചാൽ 3 പേരിലും നമുക്ക് ഒബേസിറ്റി, 3-4 പേരിൽ നമുക്ക് ഒബേസിറ്റി കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഒബേസിറ്റിയുടെ ഡെഫിനിഷൻസ് നോക്കാം നമുക്ക്. ഒബേസിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് എൻ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദി അഡിപ്പോസ് ടിഷ്യൂ ഡ്യൂ ടു എൻ enlargement of fat cell size or an increase in fat cell number or combination of both. ഈ ഒബേസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അഡിപ്പോസ് ടിഷ്യൂവിന്റെ ഗ്രോത്ത് ഒന്നെങ്കിൽ ആ ഫാറ്റ് സെല്ലിന്റെ സൈസ് കൂടുന്നത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആ ഫാറ്റ് സെല്ലിന്റെ നമ്പർ കൂടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും ബോത്ത് ആയിരിക്കാം. ഇതൊക്കെയാണ് ഒബേസിറ്റിയുടെ കാരണങ്ങൾ. ഒബേസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ടേം ആണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓവർവെയ്റ്റ് ഈസ് യൂഷ്വലി ഡ്യൂ ടു ഒബേസിറ്റി but can arise from other causes such as abnormal muscle development or fluid retention. ഓവർവെയ്റ്റ് കാരണം ഒബേസിറ്റി വരാം. അത് ഇല്ലാണ്ട് ഉള്ള കാരണങ്ങളാണ് എന്ത്? അബ്നോർമൽ മസിൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷനും. ഒബേസിറ്റി ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് റെലവെന്റ് ഫോം ഓഫ് മാൽന്യൂട്രീഷൻ. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതെന്തായാലും പഠിക്കണം. 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒബേസിറ്റി ഈസ് ദ മോസ്റ്റ് റെലവെന്റ് ഫോം ഓഫ് മാൽന്യൂട്രീഷൻ. അത് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അപ്പൊ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. As a chronic disease prevalent in both developed and developing countries and affecting children as well adult. ഒബേസിറ്റി ഒരു നമുക്കറിയാം ക്രോണിക് ഡിസീസ് ആണെന്ന് അറിയാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അത് ഡെവലപ്ഡ് ആയാലും ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ബാധിക്കും. അതിനൊരു പ്രായഭേദം ഇല്ല. അതിപ്പോൾ കുട്ടികളായിക്കോട്ടെ, അഡൾട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെൻ ആയിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, ഒബേസിറ്റി എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. Obesity is a key factor in natural history of other chronic and non-communicable disease. നമ്മൾ പറഞ്ഞു വേറൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനോ അതുപോലെ NCD വരാനുള്ള ഒരു കീ ഫാക്ടറാണ് എന്ത്? നമ്മുടെ ഒബേസിറ്റി. അപ്പോൾ ഒബേസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡെഫിനീഷൻ പഠിക്കുക. BMI ആണ് എക്സ്പ്രസ് ചെയ്യുന്ന ടേം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ്, ഈ സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ട എന്താണ്? ഒബേസിറ്റി മോസ്റ്റ് റെലവെന്റ് ഓഫ് ഫോം ഓഫ് മാൽന്യൂട്രീഷൻ. ഒബേസിറ്റിയുടെ കാരണങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? സ്വീറ്റ്സ്, സെഡൻറ്ററി ലൈഫ്, ജങ്ക് ഫുഡ്, അൺഹെൽത്തി ഡ്രിങ്ക്സ്, അതൊക്കെ വന്നിട്ട് ഒരു കുട്ടി ഒബേസിറ്റി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഫോട്ടോയിൽ. ഇനി എപ്പിഡമിയോളജിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് ഒബേസിറ്റി ആണ്. ഫസ്റ്റ് വൺ, ഏജ്. ഒബേസിറ്റി ഒക്കർ അറ്റ് എനി ഏജ് ആൻഡ് ജനറലി ഇൻക്രീസസ് വിത്ത് ഏജ്. ഒബേസിറ്റി ഏത് പ്രായത്തിൽ വേണമെങ്കിൽ വരാം. കുഞ്ഞു കുട്ടിയായിക്കോട്ടെ, വലുതായിക്കോട്ടെ, ഏത് ഏജിലും വരാം. പക്ഷെ പ്രായം കൂടുന്തോറും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഇതിന് അടുത്ത ഫാക്ടറാണ് സെക്സ്. വുമൻ ജനറലി ഹാവ് ഹയർ റേറ്റ് ഓഫ് ഒബേസിറ്റി ദെൻ മെൻ. മെൻ ഹാവ് ഹയർ റേറ്റ് ഓഫ് ഓവർ വെയ്റ്റ്. വുമണിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഒബേസിറ്റി വരാനും മെന്നിന് ഏറ്റവും കൂടുതൽ ചാൻസ് എന്താണ്? ഓവർ വെയ്റ്റ് വരാനുമാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഇതിന് ഒബേസിറ്റിക്ക് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത്? ജെനറ്റിക് ഫാക്ടർ. നെക്സ്റ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ് ഒബേസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എങ്ങനെ കൂടുതലും
ഒരു ഫിസിക്കലി ആക്റ്റീവ് അല്ല, കൂടുതൽ പേരും സെഡൻറ്ററി ലൈഫാണ് നയിക്കുന്നത്. ഇപ്പോൾ ജോലി ആയാലും കുറേ ആൾക്കാർക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ ജോബ്സും അങ്ങനത്തെ പ്രൊഫഷണൽ ജോബ്സ് ആണ്. അപ്പോൾ ആരും ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത സെഡൻറ്ററി ലൈഫ് ഒബേസിറ്റിയുടെ വൺ ഓഫ് ദി കീ ഫാക്ടറാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ജിമ്മിനും അതുപോലെ തന്നെ വർക്കൗട്ടിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒബേസിറ്റീനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് റിച്ച് ഫാമിലി, അങ്ങനെ കുറച്ചൊരു സ്റ്റേബിൾ ഫാമിലിക്ക് വെച്ചെങ്കിൽ അവര് പൈസക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാരണം ചിലപ്പോൾ നന്നായി കുട്ടികളെയൊക്കെ നല്ല ജങ്ക് ഫുഡ്സ് ഒക്കെ ഇത് കൊടുത്ത് വളർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരുവിധം ഒബേസിറ്റി വരാനുള്ള അല്ലെങ്കിൽ ഓവർ വെയിറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയം ഇപ്പോൾ ജങ്ക് ഫുഡ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ളതല്ല. അപ്പോൾ ഒരു പുവർ ഫാമിലി ആണെന്ന് വെച്ചെങ്കിൽ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും, അൺഹെൽത്തി ഡ്രിങ്ക്സോ ഫുഡ്സോ ഒന്നും വാങ്ങില്ല. അപ്പോൾ ആ വീട്ടിലത്തെ കുട്ടിക്ക് അങ്ങനെ ഒരു ഒബേസിറ്റി വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു ഫാക്ടറാണ് ഒബേസിറ്റിയിൽ. നെക്സ്റ്റ് വൺ, ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോൺ കണ്ടിട്ട്, ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഫോൺ കണ്ടിട്ട്, ഇപ്പൊ കുഞ്ഞു കുട്ടികളടക്കം ഫോൺ കണ്ടിട്ട് തിന്നുക, അതുപോലെ തന്നെ TV കണ്ടിട്ട് തിന്നുക, അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻവോൾവ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഒബേസിറ്റിയിലേക്ക് നയിക്കും. നെക്സ്റ്റ് വൺ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെയാണ് ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു BMI ആണ് ഒബേസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ടേം. ബോഡി മാസ് ഇൻഡെക്സ് ഈസ് എ സിമ്പിൾ ഇൻഡെക്സ് ഓഫ് വെയ്റ്റ് ഫോർ ഹൈറ്റ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്ലാസിഫൈ അണ്ടർ വെയ്റ്റ്, ഓവർ വെയ്റ്റ് ആൻഡ് ഒബേസിറ്റി ഇൻ അഡൽട്ട്. It is defined as the weight in kilogram divided by the square of the height in meter. ഒബേസിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേം ആണ് നമ്മൾ പറഞ്ഞു BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ്. അത് നമ്മൾ വെയ്റ്റിനെയും ഹൈറ്റിനെയും അനുസരിച്ചിട്ടാണ് കണക്കാക്കുക. ഒരു ഇൻഡിവിജ്വൽ അണ്ടർ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ, അതോ ഒബീസ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെഷർ എങ്ങനെയാണ്? വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, എങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വെയ്റ്റും ഹൈറ്റും വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ BMI നോക്കിയിട്ട് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ, അതോ കറക്റ്റ് ആണോ, അതോ ഒബേസിറ്റി ആണോ നമുക്കറിയാൻ പറ്റും. അതിൽ ഉള്ള മെഷേഴ്സ് ആണ്. അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെസ് ദാൻ 80.50 ആണ് എന്ത്? അണ്ടർ വെയ്റ്റ്. നോർമൽ റേഞ്ച് എന്താണ്? 80.50 to 24.99. ഓവർ വെയ്റ്റ് എപ്പോഴാവുക? മോർ ദാൻ 25 അല്ലെങ്കിൽ ഈക്വൽ ടു 25 ആണ് എന്ത്? ഓവർ വെയ്റ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്? നോർമൽ റേഞ്ച് എന്തായാലും പഠിച്ചു വെക്കുക. നോർമൽ റേഞ്ച് 80.50 to 24.99. ഓവർ വെയ്റ്റ് ലെസ് ദാൻ, മോർ ദാൻ ഓർ ഈക്വൽ ടു 25. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ വെയ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രീ ഒബീസ് ആയി, ഒബീസ് ക്ലാസ് 1 ആയി, ഒബീസ് ക്ലാസ് 2, ഒബീസ് ക്ലാസ് 3. ഒബീസ് ക്ലാസ് 3 എപ്പോഴാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 40. അപ്പൊ ഈ ടേബിൾ എല്ലാവരും ഒന്ന് പഠിക്കുക. ഈ ടേബിളിൽ എല്ലാ റേഞ്ചും പഠിക്കുക. ഇനിയിപ്പോൾ എന്തായാലും പഠിക്കേണ്ടത് നോർമൽ റേഞ്ചും ഓവർ വെയ്റ്റും ഒബീസ് ക്ലാസ്സും. ഓക്കെ, ഇനിയിപ്പോൾ ഒബേസിറ്റി കാരണം നമുക്ക് എന്തൊക്കെ കണ്ടീഷനിലേക്ക് പോകാമെന്നാണ്? ഹാർട്ട് ഡിസീസും സ്ട്രോക്കും വരാം, ജോയിന്റ് പെയിനും അതുപോലെ ബോൺ പ്രോബ്ലംസും വരാൻ ചാൻസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒബേസിറ്റി കൺട്രോൾ ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അറിയണ കാരണം നമുക്കറിയാം ഒബേസിറ്റി കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ വേണം? നല്ലൊരു ഡയറ്ററി ഹാബിറ്റ്സ് വേണം, അതുപോലെ തന്നെ വ്യായാമം, മൈൻഡ്ഫുൾ ഈറ്റിംഗ് വേണം, അതുപോലെ തന്നെ അതർ ഇന്റർവെൻഷൻസ്. ഇപ്പോൾ സർജറി ഒക്കെ ഉണ്ട്. നന്നായി ഒബീസായ ആൾക്കാരെ സർജറി ചെയ്തിട്ട് ഒക്കെ നല്ല നോർമൽ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഡയറ്ററി ചേഞ്ചസ് ആണ്. ഇഫക്റ്റീവ് വെയിറ്റ് മാനേജ് എക്സ്പെൻഡിച്ചർ. കീ പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് റെഡ്യൂസിങ് എനർജി റെഡ്യൂസ് ആണ് ഫസ്റ്റത്തെ ഡയറ്ററി ചേഞ്ചസ്. ലിമിറ്റ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്. നെക്സ്റ്റ് വൺ, ഫൈബറിന്റെ കണ്ടന്റ് കൂട്ടുക. എനർജി റെഡ്യൂസ് ചെയ്യുക, ഫൈബറിന്റെ കൺട്രോൾ
ഇൻക്രീസ് ചെയ്യുക. എൻഷുർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നമ്മുടെ ഡയറ്റിൽ, ബാലൻസ്ഡ് ഡയറ്റിൽ ഇതൊക്കെ കൈവരിക്കണം. എന്തൊക്കെയാണ്? ഫൈബർ, അതുപോലെ തന്നെ എനർജി റെഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും. ഇപ്പോൾ എനർജി മാത്രമല്ല, കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മൾ കഴിക്കണം ഒരു ലിമിറ്റിൽ. അപ്പോൾ തന്നെ ഈ ഡയറ്റിന് ഒരു കൺസിസ്റ്റൻസി വേണം. 1-2 ദിവസം കഴിച്ചുകൊണ്ട് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് കുറയില്ല. എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് എന്ത്? നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. സെഡൻറ്ററി ലൈഫ് ഒഴിവാക്കിയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. ദിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കീ പാർട്ട് ഓഫ് എനി വെയിറ്റ് റെഡ്യൂസിങ് പ്രോഗ്രാം. റെഗുലർ എക്സസൈസ് നെസസറി ടു ഇൻക്രീസ് ദ ബോഡീസ് എനർജി എക്സ്പെൻഡിച്ചർ. ബോഡിയുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി കീ ഫാക്ടറാണ് നമ്മുടെ എക്സസൈസ്. അതുപോലെ തന്നെ യോഗ ചെയ്യാം. അതുപോലെ ഇപ്പോൾ കുറേ മെത്തേഡ് ഉണ്ടല്ലേ, സൂംബ ആയിക്കോട്ടെ, അങ്ങനെ പല പല മെത്തേഡ് വഴി നമ്മുടെ സെഡൻറ്ററി ലൈഫ് ഒഴിവാക്കിയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഒബേസിറ്റി നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതർ ഇൻ്റർവെൻഷൻസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒബേസിറ്റി ഒരു പരിധി വരെ കുറയ്ക്കാം. പക്ഷെ അത് കൂടാണ്ട് അവിടെ നിന്നില്ല. അതിന് പുറമെ ചെയ്യാൻ പറ്റുന്ന കുറേ സർജറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഗാസ്ട്രിക് ബൈപ്പാസ്, ഗാസ്ട്രോപ്ലാസ്റ്റി, ജോ വയറിങ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പറ്റൈറ്റ് സപ്രസൻസ്. ഡ്രഗ്സ് ഹാവ് ബീൻ ട്രൈഡ് ബട്ട് ആർ ജനറലി ഇന്നോഡിക്കേറ്റ് ഫോർ മാസീവ് വെയിറ്റ് ലോസ് ഇൻ സെവറൽ ഒബീസ് പേഷ്യൻസ്. ലാസ്റ്റ് ഇന്റർവെൻഷൻ ആണ് എന്ത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒബേസിറ്റിയുടെ കാര്യത്തിൽ. പ്ലേയിങ് എ വൈറ്റൽ റോൾ ഇൻ ടീച്ചിങ് പീപ്പിൾ ഹൗ ടു റിസ്ക് ഏർലി ഓൺ. നമ്മൾ ഒബേസിറ്റി നമുക്ക് അതിന് കൺട്രോൾ തുടങ്ങേണ്ടത്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം മറ്റേ ജങ്ക്സ് ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങുക. അവരെന്നെ എക്സസൈസ് ചെയ്യാനും ഫിസിക്കലി ആക്റ്റീവ് ആവാനും നമ്മൾ പാരൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ അവരോട് പരിശീലിപ്പിക്കുക. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഒബേസിറ്റി കൺട്രോൾ ചെയ്യാനും ഒബേസിറ്റി വഴി വരുന്ന മറ്റു പല അസുഖങ്ങളെ തടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബേസിറ്റി എന്താണെന്ന് പഠിച്ചു. ഒബേസിറ്റിയുടെ ഡെഫിനേഷൻ, BMIയുടെ റേഞ്ച് പഠിക്കുക, നോർമൽ റേഞ്ച് പഠിക്കുക. അതുപോലെ തന്നെ ഒബേസിറ്റിയുടെ എപ്പിഡമിയോളജിക്കൽ ഡിറ്റർമിനൻസ് പഠിച്ചു. അതുപോലെ തന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, ഒബേസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.